അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഈ പറഞ്ഞിരുന്ന മഹാൻ്റെ പേര് നിങ്ങൾ നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾ എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ സൂറത്തുൽ ഫാത്തിഹ ഈ മഹാൻ്റെ പേരിൽ നേർച്ചയാക്കി ഓതിയത്, ആ കാര്യം നിങ്ങൾക്ക് അധികം വൈകാതെ വളരെ വേഗത്തിൽ നിറവേറി കിട്ടും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിൽ സമാധാനം ലഭിക്കും. നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടോ, ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരും. കടങ്ങൾ വീടിക്കിട്ടും. സാമ്പത്തിക ഐശ്വര്യമുണ്ടാക്കും. ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളൊക്കെയാണോ നമുക്ക് നിറവേറി കിട്ടാനുള്ളത്, വിവാഹം ശരിയാകാത്തവരുണ്ടെങ്കിൽ വിവാഹം ശരിയാക്കും. അതുപോലെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും. വാഹനം ഇല്ലാത്തവർക്ക് വാഹനം ലഭിക്കും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് നിറവേറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മഹാൻ്റെ പേരിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതിയാൽ മതി. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാൻ്റെ കറാമത്തുകൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ മഹാൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ഈ മഹാൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതാൻ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലായ, ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നമ്മുടെ നേതാവായ നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത്. മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, കറാമത്തുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നാൽ ഈ മഹാൻ്റെ പേരിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മൾ എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പായിട്ട് ഈ മഹാനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. കുറച്ച് കറാമത്തുകൾ പറഞ്ഞു തരാം. കുറച്ച് ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കേട്ടാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ മഹാൻ്റെ പേര് നിങ്ങൾ നേർച്ചയാക്കി ഓതാൻ മറക്കില്ല. മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവാണ്. ഔലിയാക്കളുടെ നേതാവാണ്. ഔലിയാക്കളിൽ പ്രമുഖനാണ്. ഒരുപാട് കറാമത്തുകൾ ഈ ലോകത്ത് കാണിച്ച മഹാനാണ്. അതിൽ ഏറ്റവും വലിയൊരു കറാമത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുപ്പിയുടെ അകത്തുള്ള വസ്തു നമുക്ക് എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ളത്, നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കറാമത്താണ്. അതുകൊണ്ട് തന്നെ മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ആരൊക്കെയാണ് ശത്രുക്കൾ? മാത്രമല്ല മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിയുന്ന ആളുകൾ ഒരിക്കലും കള്ളം പറയാറില്ല. സത്യം മാത്രമേ പറയുകയുള്ളൂ. ഒന്നും തന്നെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാറില്ല. കാരണം അവർക്കറിയാം, മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയുള്ള മനുഷ്യനാണ്, നമ്മൾ എന്ത് കള്ളത്തരമാണ് ചെയ്യാൻ പോകുന്നത്, എല്ലാം മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കൊടുക്കും. അത്തരത്തിലുള്ള വലിയൊരു കഴിവ്, കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന് നൽകിയിട്ടുണ്ട്. മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത് മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ ബീവിക്കും, ഈ രണ്ട് ദമ്പതികൾക്ക് ജനിച്ച ഒരു മകനാണ്. ജനിച്ച മാസം പരിശുദ്ധമായ റമളാൻ മാസം റമളാൻ 1 ജനിച്ചത്. ജനിച്ച സ്ഥലം ജീലാനിലെ ഗേൽ പട്ടണത്തിലായിരുന്നു. നല്ല അഴകുള്ള സുന്ദരനായ, ആരും തന്നെ നോക്കിപ്പോകുന്ന, ഒരു വട്ടം നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ കൊതിക്കുന്ന അത്രയ്ക്കും സുന്ദരനായ ഒരു മകനായിരുന്നു ജനിച്ചത്. ആ മകനാണ് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു.
മാതാപിതാക്കൾ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് പേരിട്ടത് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടുകൂടിയും ഓമനിച്ച് പോറ്റി വളർത്തിയ ഒരു മകനാണ്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ പല സവിശേഷതകളും പ്രത്യേകതകളും മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കണ്ടുവന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വിശുദ്ധമായ റമളാൻ 1-നാണ് പ്രസവിക്കപ്പെട്ടത്. എന്നാൽ റമളാൻ 30 വരെ, റമളാൻ അവസാനിക്കുന്നത് വരെ പകൽ സമയങ്ങളിൽ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഈ കുഞ്ഞ് കൂട്ടാക്കിയില്ല. അതായത് വിശുദ്ധമായ റമളാൻ മാസം തീരുന്നത് വരെ നോമ്പുകാരെ പോലെയായിരുന്നു ഈ കുഞ്ഞിൻ്റെ ജീവിതം. മാത്രമല്ല ഈ ഒരു കാര്യം പിന്നീട് നാട്ടിലാകെ കാട്ടുതീ പോലെ പടർന്നു. ആളുകളുടെ ഇടയിലൊക്കെ വലിയ ചർച്ചയായി. അഹ്ലുൽ ബൈത്തിൻ്റെ വസതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ കുഞ്ഞ് വിശുദ്ധമായ റമളാനിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നു എന്നൊക്കെ നാട്ടിലാകെ അറിയുകയും ആളുകളെല്ലാം ആ കുഞ്ഞിനെ കാണാൻ എത്തുകയും ചെയ്തു. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഈ ചരിത്രം. ഒരു ചത്ത പൂവൻകോഴിക്ക് ജീവൻ നൽകി. ചത്ത പൂവൻകോഴി എന്ന് മാത്രമല്ല, മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഭക്ഷിച്ച കോഴിയുടെ എല്ലുകൾക്ക് അതിന് ജീവൻ നൽകി. പിന്നീട് ആ കോഴി കൂവുകയും അത് പറക്കുകയും ചെയ്തു. പലർക്കും അറിയാം മഹാൻ്റെ ഈ ഒരു കറാമത്ത്. എന്നാൽ ഈ കറാമത്ത് മഹാനിൽ നിന്നും എങ്ങനെയാണ് വെളിവായത് എന്ന് ഞാൻ ചുരുക്കിയൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മകനുമായിട്ട് കടന്നു വന്നു. എന്നിട്ട് മഹാൻ അവറുകളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ വലിയ ഇഷ്ടമാണ്, എൻ്റെ എല്ലാമാണ്. എന്നാൽ എൻ്റെ മകൻ വലിയൊരു പണ്ഡിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സലിഞ്ഞു. ആ സ്ത്രീയോടൊരു കരുണ തോന്നി. അങ്ങനെ ആ സ്ത്രീയോട് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ മകനെ ഇവിടെ നിർത്തിക്കോളൂ, മകനാവശ്യമായി എല്ലാ ജ്ഞാനങ്ങളും ഞാൻ നൽകിക്കൊള്ളാം, വലിയൊരു പണ്ഡിതനാക്കിക്കൊള്ളാം എന്നൊക്കെ ആ സ്ത്രീയോട് പറഞ്ഞു. ഇത് കേട്ട ആ സ്ത്രീയുടെ കാതിൽ സന്തോഷത്തിൻ്റെ തന്മയോർജിച്ചു. തൻ്റെ മകനെ മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് വലിയ സന്തോഷത്തോടു കൂടി ആ സ്ത്രീ യാത്രയായി. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ആ മകൻ മിടുക്കനായി വളർന്നു. ആ മകനാവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളും മഹാനവറുകൾ പകർന്നു കൊടുത്തു. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഈ കുട്ടിയോട് ഉപദേശിച്ചു കൊണ്ടിരുന്നത് ഇതായിരുന്നു: അള്ളാഹുവിൽ മാത്രം ഇബാദത്തെടുക്കുക, അള്ളാഹുവിൽ മാത്രം ചിന്തിക്കുക, മറ്റുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കുക. ഈ ഒരു ഉപദേശമായിരുന്നു എപ്പോഴും ഈ മകന് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ മകനെ കാണാൻ വേണ്ടിയിട്ടും സുഖവിവരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടും ഈ മകൻ്റെ ഉമ്മയായ ആ സ്ത്രീ മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു. ആ സ്ത്രീ മകനെ കാണാൻ വന്ന സമയം മകൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ആ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ഉണക്ക റൊട്ടിയാണ് കഴിക്കുന്നത്. ഒരു ഉണക്ക റൊട്ടി മാത്രമേ ഉള്ളൂ. അത് കണ്ട് ആ സഹോദരി ആകെ വിഷമിച്ചു. മാത്രമല്ല മകൻ്റെ ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് കണ്ട ആ സഹോദരിക്ക്, ആ സ്ത്രീക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വലിയ ദേഷ്യം വന്നു. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ ദേഷ്യം തോന്നുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ആ സ്ത്രീ പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ദേഷ്യത്തോടു കൂടി മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അതിനേക്കാൾ വിചിത്രമായിരുന്നു. വലിയ വിഷമമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു. മാത്രമല്ല അത് കണ്ടപ്പോൾ സ്ത്രീക്ക് അധികം ദേഷ്യം കൂടുകയായിരുന്നു ഉണ്ടായത്. അതായത് മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് എണീറ്റപ്പോൾ ആ പാത്രത്തിലേക്ക് ഈ സ്ത്രീ ഒന്ന് നോക്കി. എന്താണ് മഹാനവറുകൾ
ഭക്ഷണം കഴിക്കുന്നത് എന്ന്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ പാത്രത്തിൽ കണ്ടത് പൊരിച്ച കോഴിയുടെ എല്ലാണ്. അതുപോലെ പാത്രത്തിൻ്റെ അരികിലൊക്കെ പൊരിച്ച കോഴിയുടെ എല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതും കൂടി കണ്ടപ്പോൾ ഈ സ്ത്രീയുടെ രോഷം വർദ്ധിക്കാൻ വേറെയൊന്നും വേണ്ടി വന്നില്ല. ആ സ്ത്രീ മനസ്സിൽ കരുതുകയാണ്, മഹാനവറുകൾ സൂഫി വര്യനാണ്, വലിയ പ്രപഞ്ചത്യാഗിയാണ്. ഇതെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് വലിയ വിശ്വാസത്തോടു കൂടി എൻ്റെ മകനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന കാര്യത്തിലാണ്. അതായത് എൻ്റെ മകന് ഉണക്കറൊട്ടിയും മഹാനവറുകൾ പൊരിച്ച കോഴിയുമാണ് തിന്നുന്നത്. ഇതൊക്കെയും അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെ വലിയ ദേഷ്യത്തോടു കൂടി ആ സ്ത്രീ മഹാനവറുകൾ സൂഫിയവര്യനാണെന്നൊന്നും നോക്കാതെ എല്ലാം തുറന്നടിക്കുകയായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? നിങ്ങൾ പൊരിച്ച കോഴിയാണ് ഭക്ഷിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച എൻ്റെ മകനാണെങ്കിലോ ഉണക്കറൊട്ടിയും. ഇത് എവിടുത്തെ വിധിയാണ് എന്നൊക്കെ വലിയ ദേഷ്യത്തോടു കൂടി പറഞ്ഞപ്പോൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം കേട്ട് ഒന്ന് സ്തംഭിച്ചു പോയി. എന്നാൽ ഇതൊക്കെയും കേട്ട മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ദേഷ്യപ്പെടുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. എന്നാൽ മാഷാ അല്ലാ, എന്താണ് അവിടെ നടന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീടാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് അവിടെ വെളിവായത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് ഇതായിരുന്നു. മഹാനവറുകൾ ഭക്ഷിച്ച ആ കോഴിയുടെ എല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നതിന് ശേഷം മഹാനവറുകൾ പറയുകയാണ്, നാശമായി പോയ കോഴിയുടെ ഈ എല്ലുകളിൽ ജീവൻ്റെ തുടിപ്പ് പകരുന്ന സർവശക്തനായ അള്ളാഹുവേ, ഈ എല്ലുകളിൽ നിന്നും ആ കോഴിയെ നീ പുനർജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആ എല്ലിൽ ഒന്ന് തടവുകയായിരുന്നു. പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയുമോ? മാഷാ അല്ലാ, അത്ഭുതമെന്ന് പറയട്ടെ, ആ കൂട്ടിയിട്ട കോഴിയുടെ എല്ലുകളെല്ലാം കൂടിച്ചേർന്ന് അതിൻ്റെ മുകളിൽ മാംസം വന്നു, പിന്നീട് രക്തം വന്നു, അതിൻ്റെ മുകളിൽ തൂവൽ വന്നു. മാത്രമല്ല ആ കോഴിക്ക് ജീവൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയും ചെയ്തു. അതോടൊപ്പം ആ കോഴി കൂവുകയും ചെയ്തു. അത് പറന്നു പോവുകയും ഓടിപ്പോവുകയും ചെയ്തു. സാധാ ഒരു പൂവൻകോഴിയായി മാറി, ജീവനുള്ള ഒരു പൂവൻകോഴിയായി മാറി. ആ കോഴിയെ ഭക്ഷിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ ആ കോഴിയുള്ളത്, അതേ രൂപത്തിൽ ആ കോഴിയെ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും സൃഷ്ടിക്കുകയായിരുന്നു ഉണ്ടായത്. ഇത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയൊരു കറാമത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് കണ്ടു നിന്ന ആ കുട്ടിയുടെ ഉമ്മ മാത്രമല്ല, അവിടെ കൂടിയ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവരുടെ മനസ്സിൽ അവരെല്ലാം കരുതി, അല്ലാഹുവേ, ഇതൊരു സ്വപ്നമാണോ എന്നുള്ളത്. എല്ലാവരും സ്തംഭിച്ചു പോയി. കാരണം പ്രിയപ്പെട്ടവരെ, ഒരു ചത്ത കോഴിയാണ്. ചത്ത കോഴി എന്നല്ല, അതിൻ്റെ മാംസമെല്ലാം ഭക്ഷിച്ച് അതിൻ്റെ എല്ലാണ്, ആ എല്ലാണ് പിന്നീട് അതിൻ്റെ മുകളിൽ മാംസം വന്നു, രക്തം വന്നു, തൂവൽ വന്നു, പിന്നീട് അതിന് ജീവനുണ്ടായി. അത് ചറകടച്ചു, കൂവി, പാറി, അത് നടന്ന് ഓടിപ്പോയി എന്നത് നേരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു വലിയൊരു കറാമത്താണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. ഇതൊക്കെയും കണ്ട ആ സ്ത്രീ പിന്നീട് ഷേഖിനോട് അകമഴിഞ്ഞ് പക്ഷാതാപിച്ചു. അപ്പോൾ ഷേഖ് പറഞ്ഞു, ഞാൻ കോഴിയെ തിന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കോഴിയെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു കഴിവ് നിങ്ങളുടെ മകന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന സമയത്ത് അവനും ഇതുപോലെ കോഴിയെ ഭക്ഷിക്കാം. കാരണം എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അതിൽ ആരും തന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കണ്ട് അതിൽ നമ്മൾ അസൂയപ്പെടരുത്, അതിൽ നമ്മൾ കിബ്ർ കാണിക്കരുത്, അത് നമ്മൾ തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്.
മനുഷ്യരിൽ കൂടുതൽ ആളുകൾക്കും ഉണ്ടാകുന്നൊരു കുഴപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് വലിയ വീടുണ്ടെങ്കിൽ, അവർക്ക് വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ, ഒരുപാട് ഭൂസ്വത്തുണ്ടെങ്കിൽ, നല്ല ജോലിയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, പല പല കഴിവുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ, ഭൂസ്വത്തുണ്ടെങ്കിൽ, നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ, ഇതൊക്കെയും കണ്ട് അസൂയപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കുക. അല്ലാതെ അതിൽ നമ്മൾ ഒരിക്കലും കിബ്ർ കാണിക്കരുത്, അസൂയ കാണിക്കരുത്, അത് തട്ടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്, അത് നമ്മൾ കട്ടെടുക്കരുത് എന്നാണ് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിന് മാത്രമേ അത് നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും നമുക്കും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ജീവിതത്തിൽ ശ്രദ്ധിക്കുക. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകളിൽപ്പെട്ട മറ്റൊരു കറാമത്താണ്, ഒരിക്കൽ മഹാനായ സിയാൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കറാമത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതൊന്ന് നേരി കാണണം എന്ന് വലിയ ഒരു ആകാംക്ഷയായി. അങ്ങനെ മഹാനവറുകളുടെ പിറകിൽ ഒരുപാട് കാലം നടന്നു. ഒരു കറാമത്തെങ്കിലും കാണാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് മഹാനായ സിയാൽ റളിയല്ലാഹു അൻഹു കണ്ടു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ സമയത്ത് സിയാൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ കരുതി, പണ്ട് മൂസാ നബിയൊക്കെ ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് അത്ഭുതങ്ങൾ വടികൊണ്ട് കാണിച്ചിരുന്നു. അതുപോലെ ഒരു കറാമത്ത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്നെങ്കിൽ അതൊന്ന് കാണാമായിരുന്നു എന്ന് മനസ്സിൽ കരുതി. എന്നാൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ളൊരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിയാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന്, ആഗ്രഹം എന്താണ് എന്നുള്ളത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ തൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടു. മാഷാ അല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, സെക്കൻഡുകൾ കൊണ്ട് ആ വടി പ്രകാശിച്ചു. പ്രകാശം എന്ന് വെച്ചാൽ അത്യുജ്വലമായ പ്രകാശം ആ വടിയുടെ 4 ഭാഗത്തേക്കും അടിച്ചു വീശി. 1000 വോൾട്ടുള്ള മണിവിളക്കായി ആ വടി നിമിഷ നേരം കൊണ്ട് മാറിയിരിക്കുന്നു. പരിസരത്തെങ്ങാനും ഒരു മുട്ടുസൂചി വീണാൽ പോലും അത് കാണാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു പ്രകാശധാര അവിടെ മണിക്കൂറുകളോളം പ്രകാശിച്ചു നിന്നു. അങ്ങനെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ വടിയുടെ അരികിലേക്ക് നീങ്ങി. മാഷാ അല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ആ വടിയുടെ ഒരു തലയിൽ പിടിച്ചപ്പോൾ ആ പ്രകാശം അസ്തമിച്ചു. ആ പ്രകാശം ഇല്ലാതെയായി. ഇതെല്ലാം കണ്ട് സിയാൽ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. മഹാനവറുകൾ പിന്നീട് മന്ദം മഹാനവറുകളുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുതന്നെയല്ലേ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്നുള്ളൊരു മറുചോദ്യം ചോദിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കറാമത്തുകളാണുള്ളത് മഹാനവറുകൾക്ക്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ടു. മാസങ്ങളോളം വെള്ളം കിട്ടാതെ വന്നു. ആ സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മഴ വർഷിപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അത് പേമാരിയായി. മഴ നിൽക്കുന്നില്ല, വെള്ളപ്പൊക്കമായി, വെള്ളം അധികരിച്ചു വരികയാണ്. പിന്നീട് ആളുകൾക്കൊക്കെ അത് വലിയ ഭീഷണിയായി. വെള്ളം കരകവിഞ്ഞൊഴുകുകയാണ്. വീട്ടിലേക്കൊക്കെ വെള്ളം കയറി. അവിടെയുള്ള ആളുകളൊക്കെ വലിയ ഭയവിഹ്വലരായി.
അങ്ങനെ ഈ ദുരന്തത്തിൽ നിന്നും മോചനം നേടാൻ എന്താണ് ഒരു വഴിയെന്ന് ആ ഗ്രാമങ്ങളിലുള്ള ആളുകളെല്ലാം തലപുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ അവർക്ക് അവസാനമായി ഒരു അത്താണിയായി കിട്ടിയത് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളോട് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കും എന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. അങ്ങനെ ആ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും കൂടി മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്ന് ഈ പ്രയാസങ്ങൾ പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ട് നൈഗ്രീസ് നദിയുടെ അരികിൽ ചെന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കയ്യിലുള്ള ആ വടി കുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ വടിയുടെ ഇങ്ങോട്ട് നീ കടക്കരുത് എന്ന് ആ പുഴയോട് ആജ്ഞാപിക്കുകയും ചെയ്തു മഹാനവറുകൾ. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നീട് അവിടെ സംഭവിച്ചത് മാഷാ അല്ലാ അത്ഭുതമെന്ന് പറയട്ടെ. മഹാനവറുകൾ വടികുത്തി കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്രാമങ്ങളിലേക്ക് കയറിയ വെള്ളമെല്ലാം തിരിച്ച് നദിയിലേക്ക് തന്നെ അത് വലിഞ്ഞു. മാത്രമല്ല, നദി പിന്നീട് ശാന്തമായി ഒഴുകുകയും ചെയ്തു. അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ ഭയന്ന ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. മാത്രമല്ല, മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കറാമത്ത് കണ്ട് ഒരുപാട് അമുസ്ലിമീങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനവറുകളുടെ മറ്റൊരു കറാമത്താണ്, ചെറുപ്രായത്തിൽ തന്നെ കറാമത്തുകളുണ്ട്. മുല കുടിക്കുന്ന പ്രായത്തിൽ നോമ്പ് അനുഷ്ഠിച്ച ഒരാളാണ് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ റമളാനിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു. വിശുദ്ധമായ റമളാൻ പകലിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പതിവ് പോലെ അക്കൊല്ലവും വിശുദ്ധമായ റമളാൻ വന്നെത്തി. മുഅ്മിനീങ്ങളായ മനുഷ്യർ നോമ്പ് അനുഷ്ഠിച്ചും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്തെടുത്തും സൽക്കർമ്മങ്ങൾ ചെയ്തും വിശുദ്ധമായ റമളാനിലെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടി. അങ്ങനെ വിശുദ്ധമായ റമളാൻ 29-ാം നോമ്പായി. അന്ന് രാവിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടോ കണ്ടില്ലേ എന്ന് ജനങ്ങൾക്കിടയിൽ വലിയ തർക്കമായി. സംശയത്തിൻ്റെ പേരിൽ നോമ്പ് മുറിക്കുക എന്നുള്ളത് ആ ഗ്രാമത്തിലെ മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു. നോമ്പ് മുറിക്കുക എന്നുള്ളത് ആത്മാർത്ഥ്യക്ക് തുല്യമായിരുന്നു. എന്നാൽ സംശയത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് നോമ്പ് നോക്കുക? ഒരുപാട് പ്രതിഫലമുള്ള അമലാണ് നോമ്പെങ്കിലും പെരുന്നാൾ ദിവസം നോമ്പെടുക്കുന്നത് നിഷിദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയായി. അങ്ങനെയിരിക്കെയാണ് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആരോ അവിടെ പറഞ്ഞത്, ഒരു പിഞ്ചോമന കുഞ്ഞ് വിശുദ്ധമായ റമളാനിൽ മുല കുടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു, ചെറിയ കുഞ്ഞല്ലേ, ഒരിക്കലും കളങ്കമുണ്ടാകില്ല. ആ കുഞ്ഞ് ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചെങ്കിൽ നമുക്ക് പെരുന്നാളാണെന്ന് ഉറപ്പിക്കാം. ഇനി മുലപ്പാൽ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിശുദ്ധമായ റമളാൻ 30 ഉറപ്പിക്കാം. അങ്ങനെ അവർ മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മകൻ മുലപ്പാൽ കുടിക്കാൻ വിസമ്മതിച്ചു എന്ന്. അങ്ങനെ ആ ദിവസവും അവിടെയുള്ള ഗ്രാമത്തിലുള്ള മുഅ്മിനീങ്ങൾ വിശുദ്ധമായ റമളാൻ 30-ാം നോമ്പും നോറ്റു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കറാമത്തുകൾ ചെറുപ്പം തൊട്ടേ മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ മഹാനാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കിടാവാണ്, ഔലിയാക്കളുടെ നേതാവാണ്, ഔലിയാക്കളിൽ പ്രമുഖനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയോ ആളുകൾ ഈ മഹാൻ്റെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ ദിവസവും ഒരു ഫാത്തിഹ സൂറത്ത് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നമ്മൾ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അവിടുത്തെ സഹായം അല്ലാഹു സുബ്ഹാനഹു തആലയിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കുറച്ച് സെക്കൻഡുകൾ മാത്രം സമയം ചിലവഴിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാകാൻ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മറക്കാതെ ഇന്ന് തന്നെ
ഒരു ഫാത്തിഹ സൂറത്ത് ഈ മഹാൻ്റെ പേരിൽ നേർച്ചയാക്കി ഓതുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ബറക്കത്തും നൽകി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളുടെയും പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അതിനുള്ള അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.